നമ്മുടെ 108 ശിവാലയങ്ങളിലേക്കും 108 ദുർഗാലയങ്ങളിലേക്കുമുള്ള യാത്രയിൽ 108 ദുർഗാലയങ്ങളിൽ പ്രധാനപ്പെട്ട ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പരശുരാമ പ്രതിഷ്ഠിതമായ 108 ദുർഗാലയങ്ങളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ക്ഷേത്രമാണ് ഊരകത്തമ്മ തിരുവടി ക്ഷേത്രം. തൃശ്ശൂർ നഗരത്തിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്ററാണ് ഈ ക്ഷേത്രത്തിലേക്ക്. അതുപോലെ പെരുവനം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററും. പ്രൗഢഗംഭീരമായ 2 ഗോപുരങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. അതിലെ കിഴക്കേ ഗോപുരനടയാണിത്. പ്രൗഢഗംഭീരമായ രാജഗോപുരങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കത്തെയും അതിൻ്റെ പ്രാധാന്യത്തെയും നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈ കിഴക്കേ ഗോപുരത്തിലൂടെ നമ്മൾ അകത്തേക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നിന്ന് ഈ ഗോപുരത്തിന് മുകളിലുള്ള കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യം നമ്മൾ തൊഴേണ്ടതാണ്. പ്രൗഢഗംഭീരമായ കിഴക്കേ ഗോപുരം കണ്ടോ? ഇതാണ് ശ്രീമൂലസ്ഥാനം. ഇതിപ്പോൾ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നവീകരണത്തിൻ്റെ ഒരു ബോർഡ് വച്ചിരുന്നിട്ടുണ്ട്. വളരെയധികം പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് ഊരകത്തമ്മ തിരുവടി ക്ഷേത്രം. പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഉള്ള ക്ഷേത്രമാണ്. അതിൻ്റെ കാര്യം ഞാൻ അവസാനം പറയാം കേട്ടോ, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ആദിപരാശക്തിയായ അമ്മയാണ് ഇവിടെയുള്ളത്. ദുർഗയായും ലക്ഷ്മിയായും സരസ്വതിയായും ഒക്കെ നമ്മൾ അമ്മേനെ ആരാധിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ കാഞ്ചി കാമാക്ഷി ചൈതന്യവും ഇവിടെയുണ്ട്. ചിത്ര ചേച്ചിയുടെ ഒരു പ്രശസ്തമായ പാട്ടുണ്ട് ഊരകത്തമ്മേനെ പറ്റി. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഊരകത്തമ്മ തിരുവടി പാരിലിതു മോക്ഷത്തിരുവടി, കന്യയാം വർണ്ണത്തിരുവടി, വാഴ്വിലോ പുണ്യത്തിരുവടി, അമ്മ തിരുവടി മോക്ഷത്തിരുവടി. പണ്ട് കേട്ടിട്ടുള്ള പാട്ടാ. നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ചിത്ര ചേച്ചിയുടെ ഭയങ്കര പാട്ടാ. അക്ഷരത്തിൻ്റെ അതിവയാണ് ഈ 51 അക്ഷരാളി. അതുകൊണ്ട് തന്നെ നവരാത്രിക്ക് വളരെയധികം പ്രാധാന്യം ഇവിടെയുണ്ട്. പൂമള്ളി തിരുവലയന്നൂർ ഭട്ടതിരിയുടെ കൂടെ പോന്ന കാഞ്ചി കാമാക്ഷി ചൈതന്യവും ഈ ക്ഷേത്രത്തിലുണ്ടെന്നും കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വലയാധീശ്വരി എന്നും കൂടി ഈ ദേവി അറിയപ്പെട്ടിരുന്നു. ഏത് രൂപത്തിൽ ആരാധിക്കുന്നോ ആ രൂപത്തിൽ അനുഗ്രഹം ചൊരിയുന്ന ശാന്തസ്വരൂപിണിയായ അമ്മയാണ് ഇവിടുത്തെ അമ്മ. ഇരുനില ചതുര ശ്രീകോവിൽ, ഗംഭീരമായ രാജഗോപുരം, അതുപോലെ ആനപ്പള്ള ഭിത്തികൾ, വലിയ ഊട്ടുപുര, നാലമ്പലം എന്നിവയാൽ വിസ്മയം തീർത്തിരിക്കുകയാണ് ഊരകത്തമ്മ തിരുവടി ക്ഷേത്രം. ഭാഗ്യം സിദ്ധിച്ചാലേ ഇനിയും പോകണം എന്നാഗ്രഹിക്കുന്ന ചില ക്ഷേത്രങ്ങളിലെ അതിൽ ഒന്നാണ് എനിക്ക് പെരുവനം ക്ഷേത്രം. അതേപോലെ ഇപ്പോൾ ഈ ഊരകത്തമ്മ തിരുവടി ക്ഷേത്രം അതേപോലെ എന്നെ പിന്നെയും പിന്നെയും വിളിക്കുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അകത്തെ ചതുര ഇരുനില ശ്രീകോവിലിൽ അമ്മയുടെ വിഗ്രഹം, മുന്നിൽ ഒരു നമസ്കാര മണ്ഡപം. 3 മണിക്ക് പള്ളി ഉണർത്തി 4 മണിക്ക് നട തുറക്കും. 5 പൂജകളും 3 ശിവേലിയുമുള്ള മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. 1400 വർഷത്തിലധികം പഴക്കമുള്ള ആറാട്ടുപുഴ പൂരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഊരകത്തമ്മ തിരുവടി ക്ഷേത്രം. വൈകുണ്ഠ ദർശനത്തിൽ തൃപ്രയാർ തേവരുടെ ഒരു വശത്ത് ഈ അമ്മ തിരുവടിയും ഒരു വശത്ത് ഭൂമിദേവിയുമാണ്. അമ്മ തിരുവടി ക്ഷേത്രം വിട്ട് ഇറങ്ങുന്ന എല്ലാ സന്ദർഭങ്ങളിലും പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിക്കുന്നുണ്ട്. അതിന് കാരണം 1900കളിൽ ഷൊർണൂർ മുതൽ എറണാകുളം വരെ വഴിമുട്ടി നിന്ന ഇന്ത്യൻ റെയിൽവേ എറണാകുളം ഡിവിഷനുമായി ബന്ധപ്പെടുത്താനായിട്ട് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി. കൊച്ചി രാജാവായ ശ്രീരാമവർമ്മ തമ്പുരാൻ കുടുംബക്ഷേത്രമായ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ നിന്നും കുലദേവതയായ ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്ര സ്വർണ്ണ ഉരുപ്പടികൾ എടുത്ത് അതിൽ നിന്നും കിട്ടിയ പണമെടുത്ത് ഷൊർണൂർ തുടങ്ങി കൊച്ചി വരെ റെയിൽവേ പാത നിർമ്മിക്കുകയും ചെയ്തു. ഭഗവതിക്ക് 6 സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങളുള്ളതിൽ ഒരെണ്ണം ഒഴികെ 5 സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങളും നൽകി. ക്ഷേത്ര സ്വത്ത് ജനസേവനത്തിനും വികസനത്തിനും വേണ്ടി ഉപയോഗിച്ചതിൻ്റെ ആദരസൂചകമായിട്ടാണ് അമ്മ തിരുവടി ക്ഷേത്രമിട്ട് ഇറങ്ങുന്ന എല്ലാ സന്ദർഭങ്ങളിലും പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിക്കുന്നത്. ഗംഭീരമായ രാജഗോപുരങ്ങളും ആനപ്പള്ള ഭിത്തികളും ഊട്ടുപുര
നാലമ്പലം, ഇരുനില ചതുര ശ്രീകോവിൽ എന്നിവയാൽ വിസ്മയം തീർത്തിരിക്കുകയാണ് ഊരകത്തമ്മ തിരുവടി ക്ഷേത്രം. ഉപദേവന്മാരായിട്ട് നാഗത്താമാരും ശാസ്താവും വിഘ്നേശ്വരനും ഉണ്ട്. അതിൽ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തിന് ഒരു പ്രത്യേകത തോന്നി. ഒരു കാല് മടക്കി വെച്ച് മറ്റേ കാല് നിലത്തേക്ക് ഇട്ടിരിക്കുന്ന രൂപത്തിലാണ് കണ്ടത്. അത് ഞാൻ അങ്ങനത്തെ ഒരു പ്രതിഷ്ഠ ഇതുവരെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിൽ വരുമ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ പെരുവന മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിഗംഭീരമായ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ ശ്രീകോവിലുള്ള പുരാവസ്തു വകുപ്പിൻ്റെ അണ്ടറിലായിട്ടുള്ള ആ ക്ഷേത്രം കാണേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിനടുത്താണ് ചേർപ്പിലെ ഭൂമിദേവി ക്ഷേത്രം. ഭൂമിദേവി പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണെന്നാണ് എനിക്കത് തോന്നുന്നത്. വളരെ പ്രത്യേകതയുള്ള ഈ ക്ഷേത്രം നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. ഇനിയുള്ള ക്ഷേത്രങ്ങളിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്കും എൻ്റെ ഒപ്പം കൂടാവുന്നതാണ്. അതിന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ്, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.